അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നൂഡിൽസ് വിത്ത് എഗ്ഗ്. അപ്പോൾ നൂഡിൽസ് എടുക്കാം. നൂഡിൽസ് അലമാരിക്കകത്തുള്ളത് എടുക്കാം. ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ രണ്ട് നൂഡിൽസ് എടുക്കാം. നൂഡിൽസ് അതുപോലെ ബിസ്ക്കറ്റ്, ബ്രെഡ് അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അലമാരിക്കകത്ത് വെക്കാറുള്ളത്, തണുത്ത് പോകാതിരിക്കാൻ. ഇവിടെ ഫുൾ ടൈം AC ഇടുന്നതുകൊണ്ട് തണുത്ത് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കാറ്. നേരെ അടുക്കളയിലേക്ക് പോകാം. ചൂടുവെള്ളം കെറ്റൽ വെച്ചിട്ടുണ്ട്. ഇതാ ചൂടുവെള്ളം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പാത്രം എടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻഡോമീൻ്റെ നൂഡിൽസാണ്. പിന്നെ ഇത് 2 മസാല ഉള്ളത് ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിടാം. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ ആ മസാല 2 പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ചൂടുവെള്ളം ഒഴിക്കും. എന്നിട്ട് അടുപ്പിൽ വയ്ക്കാം. ചൂടുവെള്ളം ഒഴിച്ച് അത്യാവശ്യം കുറച്ച് കൂടുതൽ വെള്ളം വേണം. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെയല്ല, കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അടുപ്പിലേക്ക് ഇട്ടേക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയത് മേടിച്ചു. കത്തടാ. എന്നിട്ട് കുറച്ച് തീ കൂട്ടിയേക്ക്. ഓഫായല്ലോ. കേട്ടോ പാവലിട്ടപ്പം കത്തറ മുത്ത നീ കത്തിക്കും. നമ്മളവിടെ ഈ ഗ്യാസിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ മേലെ കൂടുതൽ കരിയാവും. അതെൻ്റെ സിസ്റ്റം അറിയുന്ന ആളുകൾ ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇനി നല്ലോണം തിളച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയിടണം. നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെയല്ല, ചെറിയൊരു വെറൈറ്റി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡോക്ടർ ഫ്രണ്ടിലേക്ക് നൂഡിൽസ് ഏകദേശം വെന്തിട്ടുണ്ട്. കളറ് വൈറ്റ് കളർ മാറിയിട്ടൊരു വേറെ കളറായി മതി. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിടാം. രണ്ട് മുട്ട അതിൻ്റെ അകത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട ഒന്ന് വേവും. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല മറ്റേന്ന് വെച്ചാൽ നമ്മളെ മഞ്ഞക്കുരി പൊട്ടാൻ പാടില്ല. അങ്ങനെ മുട്ടേൻ്റെ അളവ് തെറ്റും. മഞ്ഞക്കുരി പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. വേറെ വിഷയമുണ്ട്. 10 മിനിറ്റ് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് വിത്ത് മുട്ട റെഡിയായി. തിളക്കാം. അപ്പോൾ നമ്മളെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അതെന്താടാ എല്ലാം കൂടെ കയ്യില്ല. ഒരു മുട്ട നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ എന്താണ്? അതാണ് ഞാൻ ഇവരോട് ചോദിക്കാൻ പോണത്. കമന്റ് ബോക്സിൽ പറയുന്നുണ്ടോ? അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു. ഉപ്പ് വാങ്ങി നമ്മൾ അയാളെ കല്ലുപ്പാണ്. ലൈക്ക് അടിച്ച് സബ് അടിക്കാൻ മറക്കല്ലേ.